അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോക്ലോറിന്റെ ബ്ലോക്ക് 1ന്റെ പകുതി വരെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ അതിന്റെ ബാക്കി കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ ഈ ഒരു ക്ലാസ് അല്ലെ. അപ്പോൾ അത്തരത്തില് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോക്ലോറിനെ കുറിച്ചും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓർമ്മയുണ്ടല്ലേ? ഓക്കെ. ഫോക്ലോറിനെ കുറിച്ച് എന്താണ്, എങ്ങനെയാണ് ഫോക്ലോർ എന്ന് പറയുന്ന ഒരു പഠനശാഖ ഉണ്ടായി വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പിന്നെ അതിന്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണ്, ആരാണ് ജോൺ തോമസ് ആണല്ലേ ഫോക്ലോർ എന്ന് പറയുന്ന ഒരു സംജ്ഞ ആദ്യമായിട്ട്, ആ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ അതിനുശേഷം നമ്മൾ ഫോക്ലോർ നിർവചനങ്ങളെ കുറിച്ച് പഠിച്ചു. ജോൺ ബെയ്ലിയും മാർഷ് ടൈലറും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നിർവചനങ്ങളുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വന്നപ്പോഴേക്കും എന്തൊക്കെയാണ് ഫോക്ലോർ, അല്ലെങ്കിൽ ഫോക്ലോറിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി. ഇനി അതിനുശേഷം നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഫോക്ലോർ സിദ്ധാന്തങ്ങളെ കുറിച്ചാണല്ലേ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതും. അതിന് ബാക്കിയായിട്ടുള്ള കുറച്ച് സിദ്ധാന്തങ്ങൾ കൂടിയുണ്ട്, അതിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ അനുഷ്ഠാന സിദ്ധാന്തത്തെ കുറിച്ച് പഠിച്ചു, സൗര പുരാവർത്ത സിദ്ധാന്തത്തെ കുറിച്ചും വ്യാപന സിദ്ധാന്തത്തെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ അതിനുശേഷം പിന്നെയും കുറച്ച് സിദ്ധാന്തങ്ങളുണ്ട്, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അടുത്തൊരു സിദ്ധാന്തം എന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്തമാണ്. അപ്പൊ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന സമയത്ത് നരവംശ ശാസ്ത്രത്തിന്റെ ഒരു ആദ്യകാല പഠനങ്ങളുടെ ഒക്കെ ഒരു അടിത്തറയായിട്ടാണ് പരിണാമ സിദ്ധാന്തം വരുന്നത്. അതായത് ഈ ഫോക്ലോർ എന്ന് പറയുന്നത് പല പല ശാസ്ത്രശാഖയോടും എന്താ പറയാ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതായത് സാമൂഹ്യ ശാസ്ത്രം, അതുപോലെ തന്നെ നരവംശാസ്ത്രം, ഭാഷാശാസ്ത്രം, പിന്നെ എന്താണ് മനഃശാസ്ത്രം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഫോക്ലോർ. കാരണം നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഒരു പഠനമാണ് അല്ലെ, അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഒരു അപഗ്രഥനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പോ പല മേഖലകളോടും സാമ്യമുള്ളതും അതിനോടൊക്കെ ബന്ധമുള്ളതുമായിട്ടുള്ളതാണ് ഫോക്ലോർ പഠന ശാഖ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നരവംശാസ്ത്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിന്റെ ഉപജ്ഞാതാക്കള് മോർഗനും ഡാർവിൻ, ഹെർബർട്ട് സ്പെൻസർ എന്നിവരാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ പരിണാമ സിദ്ധാന്തം പറയുന്നത് കാടത്തത്തിൽ നിന്നും കിരാതത്തിലേക്കും തുടർന്ന് നാഗരികതയിലേക്കും ഘട്ടം ഘട്ടമായി ഗോത്ര സമൂഹം വികാസം പ്രാപിക്കുകയാണ് ഉണ്ടായതെന്ന് പരിണാമവാദം വാദിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്ഥാപിക്കുന്നു. അതായത് എന്താണ് ഈ ഫോക്ലോറൊക്കെ ഉണ്ടാകുന്നത് ഈ പരിണാമത്തിലൂടെയും ഫോക്ലോർ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ആദിമ മനുഷ്യൻ കാടത്വമായിരുന്നല്ലേ ആദിമ മനുഷ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാടത്തിൽ നിന്ന് പിന്നെ കിരാതത്തിലേക്ക് ഒരു കാട്ടാളനായിട്ട് മാറുകയും അവിടെ നിന്നും ഒരു നാഗരികതയിലേക്ക് മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു പരിണാമം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു പരിണാമം, അതായത് ഗോത്ര സമൂഹത്തിന്റെ അത്തരത്തിലുള്ള ഒരു പരിണാമമാണ് എന്താ പറയാ അങ്ങനെ ഒരു വികാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പരിണാമ സിദ്ധാന്തം വാദിക്കുന്നത്, പരിണാമവാദം സ്ഥാപിക്കുന്നത് അതാണ്. അപ്പൊ ഓരോ സാംസ്കാരിക പരിണാമ ഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഫോക്ലോർ ഇനങ്ങൾ എന്ന് E.B. ടൈലർ വിലയിരുത്തുന്നുണ്ട്. അതായത് ഫോക്ലോർ ഇനങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയാ, ഫോക്ലോർ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഓരോരോ പരിണാമ ഘട്ടങ്ങളെ വിലയിരുത്തുന്നുണ്ട്. അതായത് നമ്മൾ പണ്ട് കാലത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ സാമൂഹ്യ ശാസ്ത്രത്തിലൊക്കെ പറയുമ്പോൾ എന്താണ് ഈ തീപ്പെട്ടിക്ക് പകരം കല്ലുരച്ചിട്ട് തീ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫോക്കായിട്ടും മാറുന്നുണ്ട്, ഫോക്ലോറായിട്ടും മാറുന്നുണ്ട്. അപ്പൊ അവരുടെ ജീവിതവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ മാറുന്ന സമയത്തും അവിടുന്ന് തൊട്ടുള്ളൊരു സാംസ്കാരിക പരിണാമ ഘട്ടങ്ങൾ നമുക്ക് ഫോക്ലോറിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്, അപരിഷ്കൃത ജനതയുടെ ആചാരവിശ്വാസങ്ങളെ സാംസ്കാരികോന്നതി പ്രാപിച്ച ജനത അതിജീവിച്ചതിന്റെ അവശിഷ്ടങ്ങളാണ് ഫോക്ലോർ പഠനം എന്ന് വാദിക്കുന്നുണ്ട്. അതായത് അപരിഷ്കൃതരായിട്ടുള്ള ഒരു ജനത, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പുതിയ ജനത അതിജീവിച്ചു വന്നു എന്നുള്ളതാണ്. അതായത് അവര് പരമ്പരാഗതമായിട്ട് അത് ചെയ്തു പോരുന്നുണ്ടെങ്കിൽ പോലും അതിൽ പല പല ഭേദങ്ങളും വരുത്തിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ അത് ഒരു പരിണാമമാണ് അല്ലെ, അതായത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു പരിണാമമാണ്. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഫോക്ലോർ പഠനം എന്നാണ് ഈ ഒരു പരിണാമ സിദ്ധാന്തം വാദിക്കുന്നത് എന്ന് പറയാം.
അപ്പൊ അത്രയേ ഉള്ളൂ പരിണാമ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ പരിണമിക്കാം. അതായത് ഫോക്ലോർ ഇനങ്ങളിൽ തന്നെ നമുക്ക് ഈ ഒരു മനുഷ്യന്റെ പരിണാമ ഘട്ടങ്ങളെ കുറിച്ച്, ഗോത്ര ജനതയുടെ ഒക്കെ പരിണാമ ഘട്ടങ്ങളുടെ ഒരു വിലയിരുത്തൽ നമുക്ക് ഓരോരോ ഫോക്ലോർ എടുത്തു നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു പരിണാമം നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ പരിണാമ സിദ്ധാന്തം. ഇനി അടുത്തൊരു സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഘടനാത്മക സിദ്ധാന്തമാണ്. ഘടനാത്മക സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് നമുക്കറിയാം അല്ലെ, ഫെർഡിനാൻഡ് ഡി സൊസ്യൂറിനെ കുറിച്ച്. അദ്ദേഹം ഒരു ഘടനാവാദം എന്താ പറയാ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഫെർഡിനാൻഡ് ഡി സൊസ്യൂർ. അപ്പൊ ആ ഒരു ഘടന എന്ന് പറയുന്നത് വേറൊരു ഘടനയാണ്. ഇവിടെ പറയുന്നത് ജൈവിക ഘടനയെ കുറിച്ചാണ് ഫോക്ലോറിന്റെ ഘടനാത്മക സിദ്ധാന്തം പറയുന്നത് എന്ന് പറയാം. സംസ്കാരത്തിന്റെ ആന്തരിക വ്യവസ്ഥയെ ആവിഷ്കരിക്കുന്ന പുരാതന ഭാഷയാണ് അനുഷ്ഠാനങ്ങളും പുരാവൃത്ത കലകളും എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ സംസ്കാരത്തില് പുരാതനം, അതായത് പഴയ കാലത്ത് എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു അവിടുത്തെ ജീവിത രീതി എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് പല പല അനുഷ്ഠാനങ്ങളിൽ നിന്നും പുരാവൃത്തങ്ങളിൽ നിന്നും ഒക്കെ തന്നെയാണ്. അപ്പോ അത്തരത്തിലുള്ള കലകളിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാവുന്ന സമയത്ത് ഇത്തരം ഭാഷയുടെ ജൈവിക ഘടനയാണ് ഫോക്ലോർ തലത്തിലെ ഘടനാത്മക സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് എന്താ പറയാ, ഒരു പുരാതന ഭാഷയായിട്ട് നമ്മളെ അനുഷ്ഠാനങ്ങളെയും പുരാവൃത്തങ്ങളെയും കലകളെയും ഒക്കെ കാണുന്ന സമയത്ത് അത്തരം ഭാഷയിലെ ജൈവികമായിട്ട് ഒരു ഘടനയുണ്ട്. ആ ഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഘടനാത്മക സിദ്ധാന്തം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ പ്രമുഖ വക്താക്കൾ എന്ന് പറയുന്നത് വ്ളാഡിമിർ പ്രോപ്പും ലെവിസ്ട്രോസും ആണ്. കഥകളുടെ ഘടനയെ രേഖീയമായി അപഗ്രഥിച്ചാൽ തിരശ്ചീനാപഗ്രഥന തലം എന്നാണ് പറയുന്നത് എന്ന് പറയാം. അതായത് വ്ളാഡിമിർ പ്രോപ്പ് ഈ കഥകളുടെ ഘടനയൊക്കെ രേഖീയമായിട്ടാണ് അപഗ്രഥിക്കുന്നത്. അതായത് അതിന്റെ ഒരു പരിണാമം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാണ് ചെയ്യുന്നത്. എന്താ പറയാ, അതിന്റെ ഒരു പുറം ഭാഗം നോക്കുക എന്നുള്ള രീതിയിലാണ് അതിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോ എന്നാൽ ലെവിസ്ട്രോസ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ലഭ്യമായ വസ്തുതകളെയൊക്കെ കാര്യകാരണ സഹിതം വിശദമായിട്ട് ഒരു ബന്ധക്രമത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ആന്തരിക ഘടന അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അതാണ് ലെവിസ്ട്രോസിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പോ സാംസ്കാരികമായ ഘടനാത്മക സിദ്ധാന്തം അനുഷ്ഠാനങ്ങളെയും പുരാവൃത്തങ്ങളെയും വിവാഹ സമ്പ്രദായങ്ങളെയും പാചകങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലൊക്കെ ഒരു ഘടനയുണ്ട്. അതായത് അനുഷ്ഠാനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചിട്ടയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പുരാവൃത്തങ്ങളിൽ ചിട്ടയോട് കൂടിയിട്ടായിരിക്കും അത് പറയേണ്ടത്. കാരണം ഒരു ഘടന ഇല്ലാതെ ഒരു കഥ, ഏതൊരു കഥയാണെങ്കിൽ പോലും അതിന്റെ ക്ലൈമാക്സ് ആദ്യം പറഞ്ഞാൽ ശരിയാവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകളും ഉണ്ട്. എന്നാലും അതിന് ഒക്കെ ആഖ്യാന രീതിക്കൊക്കെ ഒരു ഘടന വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവാഹ സമ്പ്രദായങ്ങൾക്കും ഒരുപാട് ഘടനയുണ്ട് അല്ലെ. അതായത് എന്താ പറയാ, ഒരു ചിട്ടപ്പെടുത്തൽ അതിനുണ്ട്. പാചകത്തിനാണെങ്കിൽ പോലും ആദ്യം നമ്മൾ ഉപ്പുമുളകും ഒക്കെ ഇട്ടിട്ടല്ല നമ്മൾ വെള്ളം പാർന്നിട്ടാണ് അതൊക്കെ ഇടുന്നത്. അപ്പൊ അത്തരത്തിൽ പാചകത്തിനും അതിൻ്റെതായിട്ടുള്ള ഘടനകളുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത്തരം സംസ്കാരങ്ങളൊക്കെ ഈ ഫോക്ലോറിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഇവര് ഈ ഒരു ഘടനാത്മക സിദ്ധാന്തത്തിലൂടെ പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അത്രയാണ് ഘടനാത്മക സിദ്ധാന്തത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നരവംശ സിദ്ധാന്തത്തെ കുറിച്ചാണ്. അപ്പൊ നരവംശ സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നരവംശ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അപ്പൊ സാംസ്കാരിക ജീവിതത്തെ ആധാരമാക്കിയുള്ള മനുഷ്യ കേന്ദ്രീകൃതമായ പഠനമാണ് ഇത് എന്ന് നമുക്ക് പറയാം. അതായത് സാംസ്കാരിക ജീവിതത്തെ ആധാരമാക്കിയിട്ട് മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പഠനം, അതാണ് നരവംശ ശാസ്ത്രം എന്ന് പറയുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിലാണ് ഈ നരവംശ സിദ്ധാന്തം പറയുന്നത് കേട്ടോ. അത് ആവിഷ്കരിച്ചിട്ടുള്ളത് മോർഗനും ബച്ചോഫറും ടെയ്ലറും കൂടിയാണ്. മോർഗൻ റെഡ് ഇന്ത്യൻസിന്റെ കുടുംബം, നായാട്ട്, പ്രാചീന മതം തുടങ്ങിയവയെ ആസ്പദമാക്കി തന്റെ സിദ്ധാന്തങ്ങൾക്ക് അടിത്തറ പാകി എന്നുള്ളതാണ് പറയുന്നത്. അതായത് റെഡ് ഇന്ത്യൻസിന്റെ കുടുംബത്തെയും അവരെ ജീവിക്കുന്ന ജീവിത രീതിയെയും ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് മോർഗൻ ഈ ഒരു സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ടെയ്ലർ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്?
ഗോത്രവർഗക്കാരുടെ നൃത്തം, സംഗീതോപകരണം, ഭവന നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയവയെ പറ്റിയൊക്കെ തന്റെ നരവംശ ശാസ്ത്രം എന്ന കൃതിയിൽ അവതരണം നടത്തി. അപ്പൊ അതും ഒരു ഫോക്ലോർ ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ഗോത്രവർഗക്കാരുടെ നൃത്തവും അവരുടെ ജീവിത രീതിയും ഒക്കെ ഒരു ഫോക്ലോർ ആയിട്ട് നമുക്ക് കണക്കാക്കാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് നരവംശ സിദ്ധാന്തം കേട്ടോ. അപ്പൊ അത്രയാണ് നരവംശ സിദ്ധാന്തത്തെ കുറിച്ച് പറയാനുള്ളത്. കൂടുതലായിട്ടൊന്നുമില്ല. ഇനി മറ്റൊരു സിദ്ധാന്തമുണ്ട്, കെട്ടുമുറ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇത് പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിദ്ധാന്തമാണ് കേട്ടോ. അതായത് ഇപ്പൊ കെട്ടുമുറ സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ, പേരിനോട് ഒരു ബന്ധവും ഇല്ലാത്തതാണല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. എന്തായാലും ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. പാട്ടിന്റെ രചനാതന്ത്രവും ആവിഷ്കാര തന്ത്രവും ആരായുന്ന കെട്ടുമുറ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ക്ലാസിക്കൽ സാഹിത്യ നിരൂപകനായ മിൽമേൻ പാരിയാണ് എന്ന് പറയാം. ഈ മിൽമേൻ പാരി ഒരു എന്താ പറയാ പാട്ടുകാരനായിരുന്നു. അപ്പൊ അദ്ദേഹം പാടുന്ന സമയത്ത് അതിന്റെ രചന അല്ലെങ്കിൽ ആ പാട്ടിന്റെ വരികള് ഒരു പാട്ടുകാരന് ആ പാട്ടിന്റെ വരികൾ വേണമെങ്കിൽ മാറ്റാം അല്ലെ. അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് അതില് എന്താ പറയാ ഈണം വേണമെങ്കിൽ മാറ്റാം. അങ്ങനെയുള്ള പല കാര്യങ്ങളിലും മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോ അത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അല്ലെ. അപ്പോ ആ ഒരു പാട്ടിലൂടെ അത്തരത്തില് പുതിയൊരു ഫോക്ലോർ നിർമ്മിക്കുന്ന രീതിയിലാണ് കെട്ടുമുറ സിദ്ധാന്തം പറയുന്നത്. അതായത് ഒരു കഥാഗാനമാണെങ്കിൽ ആ പാട്ട് പാടുന്ന സമയത്ത് ആ കഥയെ വേണമെങ്കിൽ ആ പാട്ടുകാരന്റെ രീതിയിലൂടെ അതിനെ എന്താ പറയാ അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒരു നാടോടി ഗായകൻ തന്റെ ദീർഘമായ ആലാപന വേളയിൽ സാഹചര്യത്തിനൊത്ത് വരികളും വർണ്ണനകളും കൂട്ടിച്ചേർക്കുന്നതാണെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അതായത് ഒരു ഗായകൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയാ സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായിരിക്കണം. അവിടെ എന്ത് മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണെങ്കിലും അത് ഉചിതമായ രീതിയിലായിരിക്കണം. എന്നാൽ മാത്രമേ അതൊരു പുതിയ ഫോക്ലോറായി മാറുന്നുള്ളൂ അല്ലെ. അപ്പോ അങ്ങനെ വരികളും വർണ്ണനകളും ഒക്കെ കൂട്ടിച്ചേർക്കുന്നതാണ് ഈ സിദ്ധാന്തം എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ കെട്ടുമുറ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, സാമൂഹ്യ ശാസ്ത്രവും ഭാഷാശാസ്ത്രവും മനഃശാസ്ത്രവും നരവംശ ശാസ്ത്രവും ഒക്കെ ഫോക്ലോറിനെ സ്വാധീനിക്കുന്നുണ്ട്. സാമൂഹ്യ ശാസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞു, ആദിമ മനുഷ്യന്റെ ആ ഒരു ജീവിതവും അവരുടെ ആചാരങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫോക്ലോറിലും പെടുന്നതാണ്. ഭാഷാശാസ്ത്രത്തിലാണെങ്കിൽ ഭാഷ എപ്പോഴും ഒരു ഫോക്കാണ്. കാരണം പ്രാദേശിക ഭാഷകൾ ഒരുപാടുണ്ട്. അപ്പൊ അത് പല പല രീതികളിൽ ഭാഷ മാറുന്നുണ്ട്. അതൊക്കെ എന്താണ് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ഫോക്ലോർ നിലനിൽക്കുന്നുണ്ട്. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഫോക്ലോർ നിലനിൽക്കുന്നുണ്ട്. നരവംശ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഫോക്ലോറുകൾ ഉണ്ട്. അപ്പോൾ ഈ ഫോക്ലോർ പഠനത്തെ ഇത്തരം പല മേഖലകളും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ സാഹിത്യവും ഫോക്ലോറും തമ്മിൽ നല്ല ബന്ധമുണ്ട്. കാരണം എന്താ വെച്ചാല് ഫോക്ലോർ എപ്പോഴും വാമൊഴിയിലൂടെയുള്ള കാര്യങ്ങളാണ് ഫോക്ലോർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എല്ലാം വാമൊഴിയിലൂടെ പകർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ എന്താണ്, ആ വാമൊഴിയൊക്കെ നമ്മൾ വരമൊഴിയാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ എന്താ പറയാ നമ്മള് മഹാഭാരതവും രാമായണവും ഒക്കെ പറയുന്ന സമയത്ത് അതൊക്കെ പണ്ട് കാലത്ത് അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവകാലത്ത് വാമൊഴിയിലൂടെയായിരുന്നു പ്രചരിച്ചിരുന്നത്. പാടി രാമായണ കഥയൊക്കെ പാടിയാണ് പ്രചരിച്ചിരുന്നത്. പിന്നീടാണ് അതൊരു വരമൊഴിയിലേക്ക് രൂപം മാറ്റപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സാഹിത്യത്തില് ആ രാമായണവും മഹാഭാരതവും ഒക്കെ ഒരു ഫോക്ലോർ ആണെന്ന് പറയുന്ന സമയത്ത് അതൊരു സാഹിത്യ രൂപമാണ് എന്ന് പറയുന്നത് അത് വേറെ രീതിയിലാണ്. കാരണം അത് തമ്മിൽ എന്താ പറയാ ഒരു ബന്ധമുണ്ട്. കാരണം ഫോക്ലോർ ആയതിനു ശേഷമാണ് അതൊരു സാഹിത്യ രൂപമായിട്ട് മാറിയത് എന്ന് പറയാം. ഫോക്ലോറും സാഹിത്യവും ബന്ധപ്പെടുത്തിയിട്ട് 3 തരം ബന്ധങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? പല സംസ്കാരങ്ങളിലും ഫോക്ലോറിനെ സാഹിത്യത്തിൽ നിന്നും വേർതിരിച്ച് ശ്രമകരമാണ് എന്ന് പറയാം. അതാണ് ഞാൻ പറയുന്നത്. ഈ ഇതിഹാസങ്ങളുടെ ഒക്കെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ രാമായണവും മഹാഭാരതവും ഒക്കെ വാമൊഴിയിലൂടെയാണ് പ്രചരിച്ചിരുന്നത്. അത് പിന്നീടാണ് വരമൊഴിയാക്കിയിട്ടുള്ളത്. അപ്പൊ പല സംസ്കാരങ്ങളിലും ഫോക്ലോറിനെ സാഹിത്യത്തിൽ നിന്ന് എടുത്തു നോക്കുന്ന സമയത്ത് ഇത് സാഹിത്യത്തിൽ തന്നെയുള്ളതാണോ അതോ ഫോക്ലോർ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ് എന്നാണ്
പറയുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ്, ഫോക്ലോറിൽ നിന്നും കടമെടുത്ത പല ഘടകങ്ങളും സാഹിത്യത്തിനുണ്ട്. കാരണം സാഹിത്യത്തില് എന്താണ് ഇത്തരത്തില് ഉള്ള കഥകൾ ഉപയോഗിക്കുന്നുണ്ട്, ഫോക്ലോറിന്റെ കഥകൾ ഉപയോഗിക്കുന്നുണ്ട്, അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ സാഹിത്യം എഴുതുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ അതൊക്കെ ഫോക്ലോറിൽ നിന്നും കടമെടുത്ത ചില കാര്യങ്ങൾ സാഹിത്യത്തിലുണ്ട് എന്ന് നമുക്ക് പറയാം. അതുപോലെ സാഹിത്യകാരന്മാർ ഫോക്ലോറിനെ അനുകരിക്കുന്നുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഭാഷയൊക്കെ പല പല ഭാഷകളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഒരുപാട് സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ സാഹിത്യകാരന്മാർ ഫോക്ലോറിനെ അനുകരിക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. അപ്പൊ സാഹിത്യവും ഫോക്ലോറുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെയാണ്. ഇനി നമ്മളിപ്പോ സിദ്ധാന്തങ്ങളെ കുറിച്ച്, ഫോക്ലോർ സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ ഫോക്ലോർ സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് ജസ്റ്റ് അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഫോക്ലോർ സമകാലിക പ്രസക്തി, അതിനെ കുറിച്ചാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫോക്ലോറിന് എന്ത് പ്രസക്തിയാണുള്ളത്, അല്ലെങ്കിൽ ഫോക്ലോർ കൊണ്ട് ഇന്ന് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, പുതിയ ഫോക്ലോറുകൾ രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സമകാലിക പ്രസക്തിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ പല വിധത്തിലുള്ള ഫോക്ലോറുകൾ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ആ വിധത്തിലുള്ള ഫോക്ലോറുകളൊക്കെ അപ്പൊ ആ വിധത്തിലുള്ള ഫോക്ലോറുകളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ സമകാലിക പ്രസക്തി പറയുന്ന സമയത്ത് ഓരോ കൂട്ടായ്മയിലും വ്യക്തികളെ തമ്മിൽ അന്യോന്യം ഇഴചേർക്കുന്ന ഘടകങ്ങൾ ഫോക്ലോറിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് എന്താണ്, എല്ലാ കൂട്ടായ്മയിലും ഒരു ബന്ധം വേണം, എല്ലാവരും തമ്മിൽ ഒരു കണക്ഷൻ വേണം. അപ്പോൾ ആ ഘടകങ്ങൾ എപ്പോഴും ഫോക്ലോറിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. അതായത് ഒരു കൂട്ടത്തില് എന്താ പറയാ, എല്ലാവരും തമ്മിൽ ഒരു ബന്ധം വേണമെങ്കിൽ അത് നമ്മൾ ഭാഷയിലൂടെ, കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്കൊരു ബന്ധം ഉണ്ടാക്കാം, അല്ലെ? അതും ഫോക്ലോർ ആണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോ അത്തരത്തില് ജൈവികമായ മനുഷ്യബന്ധങ്ങൾ അകന്നു പോകുന്നു. വർത്തമാന കാലഘട്ടത്തിൽ സ്വത്വബോധത്തിലേക്ക് നയിക്കാനും പൊതു താല്പര്യത്തിൽ അധിഷ്ഠിതമായി സാമൂഹ്യ ബോധം ഉളവാക്കാനും ഈ ഫോക്ലോറിന് അസാമാന്യമായിട്ടുള്ള ഒരു പാഠവും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം മാനുഷിക ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ ഒക്കെ വേർതിരിച്ചു പോകുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, വർത്തമാന കാലത്തിൽ തന്നെ എന്താ പറയാ, ഈ സ്നേഹബന്ധമൊന്നും ഇല്ലാതെ തന്നെ സ്വാർത്ഥരായി പോകുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോ അവരെ ഒരു കൂട്ടിച്ചേർക്കാൻ, അവരെ ഒരു സ്വത്വബോധത്തിലേക്ക് നയിക്കാൻ ഒക്കെ, ഈ ഒരു സാമൂഹ്യ ബോധം ഉണ്ടാക്കാനൊക്കെ ഈ ഫോക്ലോർ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു ഫോക്ലോറിന് ഒരു പ്രസക്തി എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ ഈ തെയ്യം ഉത്സവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും അവിടെ അത് കാണാൻ വേണ്ടി ഒത്തുകൂടും, അല്ലെ? അപ്പൊ അവിടെ ഒരു സ്വാർത്ഥതയോ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കണം, അല്ലെങ്കിൽ എനിക്ക് ടൈം ഇല്ല എന്നുള്ള കാര്യമോ ഒന്നുമില്ല. നമ്മളത് കാണുന്നു, ആസ്വദിക്കുന്നു, എല്ലാവരെയും കൂടി ചേർന്ന് അത് ആസ്വദിക്കുന്നു, പലരുമായിട്ടും സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് സമയം നമ്മൾ അവിടെ ചെലവഴിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ നമ്മുടെ സ്നേഹബന്ധങ്ങൾ വീണ്ടെടുക്കാനും അതുപോലെ തന്നെ നമുക്കൊരു ക്വാളിറ്റി ടൈം കിട്ടാനും ഒക്കെ നമുക്ക് അതിൽ നിന്ന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ഫോക്ലോറിന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ തനിമ എന്തെന്നുള്ള അന്വേഷണത്തിന് കരുത്തു പകരാൻ ഫോക്ലോർ പഠനത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മുടെ നാടോടി തനിമ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ സ്വത്വം എന്താണ്, നമ്മൾ എന്തായിരുന്നു, നമ്മുടെ പൂർവികർ എന്തായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ജനിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഈ കാർഷിക രീതികളും അല്ലെങ്കിൽ ഉത്സവങ്ങള്, അതുപോലെ ഓണത്തിന്റെ കാര്യങ്ങള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ തനിമയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് തനിമയിലേക്കുള്ള ഒരു അന്വേഷണം, നമ്മൾ എന്താണ് എന്നുള്ളതിന്റെ ഒരു അന്വേഷണമൊക്കെ ഒരു കരുത്ത് പകരുന്നതാണ്. കരുത്ത് പകരാനൊക്കെ ഫോക്ലോർ പഠനത്തിന് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൂട്ടായ്മയെ നിലനിർത്തുന്നുണ്ട് ഈ ഫോക്ലോർ. കാരണം എപ്പോഴും എന്താണ്,
ഞാൻ പറഞ്ഞ പോലെ തന്നെ തെയ്യം കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു, ആ കൂട്ടായ്മയെ നിലനിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ തനിമകളൊക്കെ സംരക്ഷിച്ചു പോരാനും ഫോക്ലോർ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം നാടൻ പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത്, നമ്മൾ ആ കൃഷിപ്പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോലും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ഇമാജിനേഷൻ ഉണ്ടാവും അന്ന് എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ അത്തരത്തിലൊരു പുതിയ ജീവിതം അല്ലെങ്കിൽ ഒരു പുതിയ ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോക്ലോർ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് പ്രധാനമായിട്ടും സമകാലിക പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ ഫോക്ലോറിന് പല പല ഭേദങ്ങളുണ്ട് എന്ന് പറയാം. അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന പ്രായോഗിക ഫോക്ലോർ എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ മെറ്റാ ഫോക്ലോർ ഉണ്ട്, പിന്നെ നവ ഫോക്ലോർ ഉണ്ട്, അങ്ങനെ കുറച്ച് ഫോക്ലോറുകൾ ഉണ്ട്. അപ്പോ ഈ പ്രായോഗിക ഫോക്ലോർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജനസമൂഹത്തിൽ സംഭവിക്കുന്നതാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, പാരമ്പര്യമായിട്ട് നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് തുടർന്നു പോരുന്ന പല സംഭവങ്ങളെയും നമ്മൾ ഫോക്ലോർ എന്ന് പറയുന്നുണ്ട്. വാമൊഴിയിലൂടെയാണ് അത് പ്രചരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ ഫോക്ലോർ രൂപത്തിനെ ബോധപൂർവമായിട്ട് നമ്മൾ മറ്റൊന്നായിട്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ ആയ ഒരു സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്, അതേ ഫോക്ലോർ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. അതിനെയാണ് നമ്മൾ പ്രായോഗിക ഫോക്ലോർ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം, ബോധപൂർവമായ ഒരു സംഭവമാണ് കേട്ടോ. ഉദാഹരണം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് തെയ്യം എന്ന് പറയുന്നത് അമ്പലത്തിൽ ആടുന്നതാണ് തെയ്യം എന്ന് പറയുന്നത് അല്ലെ. അമ്പലത്തിൽ അനുഷ്ഠാന കലയായിട്ട് ആടുന്നതാണ് തെയ്യം എന്ന് പറയുന്നത്. അത് ഫോക്ലോർ ആണ്, സാമാന്യമായിട്ട് അത് ഫോക്ലോർ ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ ഫോക്ലോർ രൂപം, തെയ്യം എന്ന ആ രൂപം ഒരു ആഘോഷത്തിന്റെ വേളയിൽ, ഘോഷയാത്രയുടെ വേളയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തെയ്യത്തിന്റെ രൂപം ഘോഷയാത്രയിൽ എങ്ങനെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല ചിത്രങ്ങളായിട്ട്, ഫോട്ടോകളായിട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ തെയ്യം എന്ന് പറയുന്നതൊക്കെ ഫോക്ലോർ ആണല്ലേ. അതിനെ മറ്റ് പല സാഹചര്യങ്ങളിൽ ബോധപൂർവമായിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ്. അതിനെയാണ് നമ്മൾ പ്രായോഗിക ഫോക്ലോർ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, തെയ്യം അമ്പലത്തില് കാവില് കെട്ടിയാടുന്ന ഒരു അനുഷ്ഠാന കലയാണ്. ആ കല കാവില് കെട്ടിയാടുന്ന സമയത്ത് അത് സാമാന്യമായും ഒരു ഫോക്ലോർ ആണ്. എന്നാൽ അത് ഒരു ഘോഷയാത്രയിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോകളായിട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഒക്കെ അത് പ്രായോഗിക ഫോക്ലോർ ആണ്. കാരണം ബോധപൂർവമായിട്ട് ആ ഫോക്ലോർ അങ്ങനെ വേണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനെയാണ് നമ്മൾ പ്രായോഗിക ഫോക്ലോർ എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ തന്നെ പ്രയോഗിക്കപ്പെടുക എന്നുള്ള രീതിയിൽ ഊഹിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന് ഒരുപാട് തന്ത്രങ്ങളൊക്കെ ഉണ്ടാവും. കാരണം രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഈ ഫോക്ലോറിനെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് നമ്മൾ ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുള്ളത്. തെയ്യം കാവിലെ തെയ്യമാണ്, പക്ഷെ അത് ഘോഷയാത്രയിലും ഫോട്ടോയിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത്. പിന്നെ പ്രായോഗിക ഫോക്ലോർ മുതലാളിത്തത്തിന്റെയും ആധുനികതയുടെയും സൃഷ്ടിയാണ് എന്ന് നമുക്ക് പറയാം. അതായത് മുതലാളിത്തത്തിന്റെ, അവർക്ക് എന്താ പറയാ, ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഘോഷയാത്രയിൽ തെയ്യം നിൽക്കുന്ന സമയത്ത് ആ ഘോഷയാത്രയെ ആളുകൾ ഒന്നുകൂടി ഒന്ന് ഉറ്റുനോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഘോഷയാത്രയ്ക്ക് ഒരു പിന്തുണ നൽകാൻ വേണ്ടിയിട്ട്, അതിനൊരു കാര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ തെയ്യത്തെ അവിടെ നിർത്തിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് നോക്കണം അല്ലെ. അപ്പൊ അത്തരത്തില് മുതലാളിത്തത്തിന്റെയും ആധുനികതയുടെയും സൃഷ്ടിയാണ് പ്രായോഗിക ഫോക്ലോർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ കച്ചവട മനോഭാവമുണ്ട്. ഒരു പ്രചരണ ആയുധമായിട്ട് ഈ ഫോക്ലോറിനെ മാറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനെയാണ് നമ്മൾ പ്രായോഗിക ഫോക്ലോർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ഇനി അടുത്തതായിട്ട് നമ്മൾ നാഗരിക ഫോക്ലോറിലേക്കാണ് കടക്കുന്നത്. അപ്പൊ നാഗരിക ഫോക്ലോറിലേക്ക് കടക്കുന്ന സമയത്ത് ഗ്രാമീണ സംസ്കാരത്തിന് മേലുള്ള നാഗരികതയുടെ കടന്നുകയറ്റം സൃഷ്ടിച്ച സാഹചര്യങ്ങൾ നാഗരിക ഫോക്ലോർ പഠനത്തിന് വഴിതെളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇപ്പൊ ബോറടിക്കുന്നുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാല് എന്താണ്, പോയിന്റുകളായിട്ട് തന്നെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അല്ലാണ്ട് കൂടുതലായിട്ട് നമുക്ക് കഥ പറയാനോ കാര്യങ്ങൾ പറയാനോ ഒന്നും ഉള്ളൊരു സ്കോപ്പ് ഇതിനില്ല. കാരണം കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഒക്കെ നമ്മൾ
പറഞ്ഞു പോകണം അല്ലെ. അപ്പൊ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോ എന്തായാലും നല്ല എനർജിയോടെ തന്നെ ഇരിക്കാം. ഓക്കെ അല്ലേ? ഇപ്പൊ ഈ ഫോക്ലോറിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ? നമുക്ക് ഈ ഉദാഹരണം വെച്ച്, തെയ്യത്തിന്റെ ഉദാഹരണം വെച്ച് തന്നെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഉദാഹരണം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫോക്ലോർ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എന്താ പറയാ, എക്സാം എഴുതുന്ന സമയത്ത് ഇത്തരം ടെൻഷൻസും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താണ് ഫോക്ലോർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് അങ്ങോട്ട് എഴുതിയാൽ മതി. കാരണം ഫോക്ലോർ എപ്പോഴും നമ്മുടെ ചുറ്റിലും ഉണ്ട്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫോക്ലോർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നാടൻ പാട്ടാണെങ്കിലും തെയ്യം ആണെങ്കിലും ഒക്കെ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഉദാഹരിച്ചുകൊണ്ട് എഴുതുക എന്ന് മാത്രമാണ് ഈ ഒരു ഫോക്ലോറിന്റെ പേപ്പറിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ ഉള്ളത് നിർവചനങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെയാണ്. അത് കുറച്ചൊന്ന് പോയിന്റ്സ് ഒക്കെ ആയിട്ട് പഠിച്ചു വെച്ച് പോവാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. എല്ലാവരും എനർജി ആയിട്ട് നല്ല ഉഷാറായിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, നാഗരിക ഫോക്ലോറിലേക്ക് കടക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ പറഞ്ഞു ഗ്രാമീണ സംസ്കാരത്തിന്റെ മേലുള്ള നാഗരികതയുടെ ഒരു കടന്നുകയറ്റം സൃഷ്ടിച്ച സാഹചര്യങ്ങളിൽ ആണ് നാഗരിക ഫോക്ലോർ പഠനത്തിന് വഴിതെളിച്ചിട്ടുള്ളത്. അതായത് നാഗരികതയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഫോക്ലോർ എന്താണ് എന്നുള്ളതാണ് നാഗരിക ഫോക്ലോർ പഠനം എന്ന് പറയുന്നത്. അപ്പോ നഗരത്തിൽ ആളുകൾ കൂട്ടായി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ചേരികളിലും ഒക്കെ ആയിട്ട് ഉള്ള കൂട്ടായ്മയിലൊക്കെ ഫോക്ലോർ രൂപം കൊള്ളുന്നുണ്ട് എന്നാണ് പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ അതെന്താണ്, ഒന്നായിട്ട് കൂട്ടായി ജോലി ചെയ്യുന്ന സമയത്ത് അവര് ചിലപ്പോൾ പാട്ടുകൾ ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ അവര് ചിലപ്പോൾ ഒരുപാട് കഥകൾ പറയുന്നുണ്ടാവും. അവിടെയൊക്കെ ഒരു ഫോക്ലോർ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ പ്രാന്തപ്രദേശങ്ങളിലും ചേരികളിലും ഒക്കെ കൂട്ടത്തോടെ ജീവിക്കുന്ന സമയത്ത് പല തരത്തിലുള്ള കളികള്, നാടൻ കളികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ചേരികളിലൊക്കെയുള്ള കുട്ടികൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അവര് ചിലപ്പോൾ പുതിയ കളികൾ കണ്ടുപിടിച്ചേക്കാം. അങ്ങനെയുള്ള പുതിയ തരത്തിലുള്ള ഫോക്ലോറുകൾ ഇവിടെ നാഗരികമായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ പുതിയ ഫോക്ലോറുകൾ രൂപം കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് നാഗരിക ഫോക്ലോറിന്റെ പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ നാഗരിക ഫോക്ലോർ. ഗ്രാമീണതയിൽ നിന്നും നാഗരികതയിലേക്ക് കടക്കുന്ന സമയത്ത് സംസ്കാരത്തിന് വരുന്ന മാറ്റവും, അപ്പൊ അവിടെ നാഗരികതയിൽ ഒരു ഫോക്ലോർ ഉണ്ടാവുന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് നാഗരിക ഫോക്ലോർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഫോക്ലോർ മെറ്റാ ഫോക്ലോർ ആണ്. അപ്പൊ മെറ്റ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതോടുകൂടെ, പിന്തുടർന്ന്, ആശ്രയിച്ച് എന്നൊക്കെയാണ്. അതായത് എന്തിനൊക്കെയോ പിൻപറ്റിയിട്ടുള്ള ഒരു ഫോക്ലോറിനെയാണ് നമ്മൾ മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ചേർന്ന് പോകുന്ന ഫോക്ലോർ അല്ലെ. അതായത് കൂട്ടായ്മയുടെ തന്നെ സൃഷ്ടിയെ വിലയിരുത്തുന്നതാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. അതായത് ഫോക്ലോർ ഉണ്ടാകുന്നത് ഒരു കൂട്ടത്തിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ നിന്നുണ്ടായ ഒരു ഫോക്ലോറിനെ, ആ ഒരു കൂട്ടായ്മയെ മറ്റൊരു കൂട്ടായ്മ വിലയിരുത്തുകയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. അതായത് ഓരോ ഫോക്ലോറിനെ കുറിച്ച് അതേ കൂട്ടായ്മ മറ്റൊരു ഫോക്ലോർ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫോക്ലോർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, ഒരു ഉദാഹരണം പറയുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റിൽ ഒന്ന് ഉള്ളത് വായിച്ചു നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. കാരണം ഈ പഴഞ്ചൊല്ലുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. പഴഞ്ചൊല്ലിനെ കുറിച്ചുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട് അല്ലെ. അതായത് എന്താണ്, ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതൊക്കെ ഫോക്ലോർ ആണ് എന്നുള്ളതും നിങ്ങൾക്കറിയാം. അപ്പോൾ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഒരു ഫോക്ലോറിൽ നിന്നും അതേ ഫോക്ലോറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫോക്ലോർ ആണ് അല്ലെ. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്ന ആ സംഭവം, അതിനെയാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. ആ മറ്റൊരു ഫോക്ലോർ, പഴഞ്ചൊൽ എന്ന് പറയുന്ന ആ ഒരു ഫോക്ലോറിനെ പിൻപറ്റിയാണ് ഈ ഫോക്ലോർ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ഒരു ഫോക്ലോറിനെ കുറിച്ച്, അതായത് ഇവിടെ ഫോക്ലോർ എന്ന് പറയുന്നത് പഴഞ്ചൊല്ലാണ്. അപ്പൊ ആ ഫോക്ലോറിനെ കുറിച്ച് അതേ കൂട്ടായ്മ തന്നെ എന്താണ് മറ്റൊരു ഫോക്ലോർ ഉണ്ടാക്കുകയാണ്. അതായത് പഴഞ്ചൊല്ലിനെ കുറിച്ച്, പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഉണ്ടാക്കുകയാണ്.
അപ്പോ അതിനെയാണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്നത്. അതായത് ഈ പഴഞ്ചൊല്ല് എന്ന് പറയുന്ന ഫോക്ലോറുമായിട്ട് കൂടി ചേർന്നതാണ്, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചിട്ടുള്ളതാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്ന ആ ഒരു ഫോക്ലോർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നവ ഫോക്ലോർ എന്ന് പറയുന്നത് ഏതൊരു കാലഘട്ടത്തെയും ഫോക്ലോർ നശിക്കാതെ പുതിയ രൂപഭാവങ്ങളിലൊക്കെ നിലകൊള്ളുന്നുണ്ട്. അതായത് എപ്പോഴും ഫോക്ലോറിന് മാറ്റം വരുന്നുണ്ടാവും, പരിണാമം സംഭവിക്കുന്നുണ്ടാവും, പാഠഭേദം ഉണ്ടാവുന്നുണ്ടാവും അല്ലെ. എന്നാലും എല്ലാ കാലത്തും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉണ്ട്. പക്ഷെ അത് പുതിയ രീതിയിലായിരിക്കും. അതെങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്? ആധുനിക കാലത്ത് പഠനങ്ങളുടെ രചന, രംഗാവതരണം, അതിനു മുമ്പും പിമ്പും ഒക്കെയുള്ള ഒരു പ്രചാരം, അങ്ങനെയുള്ള അതിനെ കുറിച്ചൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഫോക്ലോർ പഠനം നടക്കുന്നത്. അതിനെയാണ് നവ ഫോക്ലോർ എന്ന് പറയുന്നത്. അതായത് ഈ പുതിയ കാലത്ത് എങ്ങനെയാണ് ഫോക്ലോർ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ അതിന്റെ രചന എങ്ങനെയാണ്, രംഗാവതരണം എങ്ങനെയാണ്, അതിന്റെ പ്രചാരം നടക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതിനെയാണ്, അതിനെയൊക്കെ ആസ്പദമാക്കിയാണ് ഈ പഠനം നടക്കുന്നത് എന്നുള്ളതാണ് നവ ഫോക്ലോറിനെ കുറിച്ച് പറയാനുള്ളത്. അതിൽ സമൂഹത്തിന്റെ പരിവർത്തനങ്ങൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഫോക്ലോറും സമൂഹത്തിന്റെ പരിവർത്തനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പരിപാടികളിലും ഉൽപ്പന്നങ്ങളുടെ പരസ്യ വിപണിയെ ലക്ഷ്യമാക്കിയും പൊതു ഇടങ്ങളിലും ഫോക്ലോർ ധാരാളമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പരിപാടികളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെയ്യം, അതുപോലെ ചെണ്ടക്കൊട്ട്, പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ ഒരുപാട് ഫോക്ലോറുകൾ ഓരോ എന്താ പറയാ പ്രചരണ വേദികളിലും തെരഞ്ഞെടുപ്പ് പരിപാടികളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ എന്താ പറയാ പരസ്യ വിപണിയെ ലക്ഷ്യമാക്കിയിട്ടും ഒക്കെ ഫോക്ലോർ ഉണ്ടാവുന്നുണ്ട്. കഥകളിയൊക്കെ പല പരസ്യങ്ങളിലും നമ്മൾ ഇപ്പൊ കാണുന്നുണ്ട് അല്ലെ. ഇതൊക്കെ ഒരു കച്ചവട മനോഭാവത്തോട് കൂടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിനെയൊക്കെ പൊതു ഇടങ്ങളിലും ഒക്കെ ഫോക്ലോർ ധാരാളമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നവ ഫോക്ലോർ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാരണം എന്താണ്, ആ ഒരു ഫോക്ലോർ എന്നതിനെ പുതിയ കാലത്ത് പുതിയ ഭാവങ്ങളിൽ അല്ലെങ്കിൽ പുതിയ സ്ഥലങ്ങളിൽ കൊണ്ടുചെന്ന് ഇടുന്നതാണ്. കാവിൽ നിൽക്കേണ്ട തെയ്യം റോഡിൽ അല്ലെങ്കിൽ ഒരു ഘോഷയാത്രയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്താണ് അവിടെ ഫോക്ലോറിന് മാറ്റം സംഭവിച്ചു. അനുഷ്ഠാന കലയിൽ നിന്നും അതൊരു വിനോദോപാധിയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ നവ ഫോക്ലോർ എന്ന് പറയുന്നത്. പുതിയതായിട്ടൊരു ഫോക്ലോർ ഉണ്ടാവുകയാണ്. ആ ഫോക്ലോറിന്റെ സ്ഥാനം മാറുന്നതോട് കൂടിയിട്ട് പുതിയൊരു ഫോക്ലോർ നിർമ്മിക്കപ്പെടുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് നവ ഫോക്ലോർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് പറയാനുള്ളത്. ഏകദേശം എല്ലാവർക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടി എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് ഇതിന്റെ വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഈ ഫോക്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ വലിയ പ്രയാസമൊന്നും ഇല്ലാത്തൊരു പേപ്പർ തന്നെയാണിത്. അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഈ ബ്ലോക്കിൽ ഞാൻ പറഞ്ഞതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ ഫോക്ലോർ നിർവചനങ്ങൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അത് ചിലപ്പോൾ ബൈഹാർട്ടായിട്ട് തന്നെ പഠിച്ചു വെക്കുന്നതായിരിക്കും ബെറ്റർ ആവുക, എന്നാലും മനസ്സിലാക്കി പഠിക്കുക. പിന്നെയുള്ളത് സിദ്ധാന്തങ്ങളും ഫോക്ലോറിന്റെ പല വിഭാഗങ്ങളും സമകാലിക പ്രസക്തിയും ഒക്കെയാണ്. അത് നിങ്ങൾക്ക് സാമാന്യമായിട്ടും ഈ ക്ലാസ് ഒക്കെ കഴിയുന്നതോട് കൂടിയിട്ടും നിങ്ങൾ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കുന്നതോട് കൂടിയിട്ടും ഒക്കെ സാമാന്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടുന്നതാണ്. അപ്പോൾ അതിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക് വളരെ ഈസി ആയിട്ട് മാറും. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത ബ്ലോക്കുമായിട്ട് കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.